ഞാൻ ഈ ഗെറ്റ് റെഡി ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഷൂട്ടിനാണെന്ന് ചോദിച്ചാൽ അതെ, ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതെ. ഇപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് അവസാനം വീഡിയോ കാണുമ്പോഴത്തേനും വീഡിയോൻ്റെ അവസാനം മനസ്സിലാവും കേട്ടോ. സോ ഞാൻ ആസ് യൂഷ്വൽ കാർത്തികയുടെ മേക്കപ്പ് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ സൂപ്പറായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടല്ലോ അവർ സാരി പ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആസ് യൂഷ്വൽ നമ്മുടെ മേക്കവർണത്തിൻ്റെ സ്വന്തം സാരിയാണ് ഇപ്പോൾ ഹോട്ട് സെല്ലറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഈ ഒലീവ് ഗ്രീൻ സാരി. ഇത് കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു ഇത് കാഞ്ചീപുരം സാരി പോലെ തന്നെ ഉണ്ടല്ലോ അത്. അതെ, കാഞ്ചീപുരം ഡിസൈനിൽ വരുന്ന ബനാറസി സോഫ്റ്റ് സിൽക്സിൽ വരുന്ന സാരിയാണ് കേട്ടോ അത്. സൂപ്പറായിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ. അവർ അവിടെ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറയുമായിരുന്നു നല്ല പ്രീമിയം സാരിയിൽ മാത്രം ഇത്ര നന്നായിട്ട് ഒതുങ്ങുന്ന പോലത്തെ ക്വാളിറ്റിയിൽ ഇത്ര ഷൈനിങ്ങോടെ വരുള്ളൂ എന്ന് കേട്ടോ. അതുമാത്രമല്ല ഈ മയിൽ ബുട്ടാസിൻ്റെ ഡീറ്റെയിലിംഗ് കണ്ടോ, നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന അതേ ഡീറ്റെയിലിംഗ് കൂടി തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞത് മാത്രമല്ല കേട്ടോ, അവിടെ എന്നെ ഉടുപ്പിക്കാൻ വന്ന ഡ്രേപ്പിസ്റ്റ് വരെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഒരുപാട് കോംപ്ലിമെൻറ്റ് കിട്ടിയ ഒരു സാരിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ അമ്മയും കൂടെ ഉണ്ട്. അപ്പോൾ അമ്മയും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഒരു ഫംഗ്ഷനാണ്. ആളിപ്പോൾ ഒരു മൊട്ടേച്ചിക്കുട്ടിയാണ് കേട്ടോ, അതുകൊണ്ട് ചുരിദാറൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഉടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ഈ ലുക്ക്? സോ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫംഗ്ഷന് പോകുന്നത് എവിടെയാണെന്നറിയാവോ? അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഡയറക്ടർ അബി സാറിൻ്റെ പാവയുടെ നൂലുകെട്ട് ഫംഗ്ഷനാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കൂടെ അമ്മയും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഹൃദയത്തിൽ ഹോൾ ലൊക്കേഷൻ അവിടെ വെയിറ്റിംഗ് ആയിരിക്കും നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നൂലുകെട്ട് ഫംഗ്ഷൻ്റെ സ്റ്റേജൊക്കെ ഇങ്ങനെയായിരുന്നു, നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മൊത്തം ഹൃദയം ടീമും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇതാണ് ഞങ്ങളുടെ അബി സാറിൻ്റെ ഹാപ്പി സിമ്പിൾ ഫാമിലി. എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇപ്പോൾ എവിടെയാണ് ഞാൻ നിൽക്കണേന്ന് അറിയോ? സാന്ത്വനം ലൊക്കേഷനിൽ. ചില ദിവസങ്ങൾ ഇങ്ങനെയായിരിക്കും കേട്ടോ. അതായത് രണ്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ടിടത്തും പോകണം, അങ്ങനെയാണ്. അപ്പോൾ രാവിലെ ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ, നിങ്ങൾ തുടങ്ങിക്കോ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അബി സാറിൻ്റെ ഫംഗ്ഷനും കൂടി നേരെ ലൊക്കേഷനിൽ വന്ന് ഷൂട്ടും ചെയ്തു. വെഡ്ഡിങ് സീക്വൻസ് ആയതുകൊണ്ട് വേറെ റെഡി ആവേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ നന്ദുക്കുട്ടിയുടെയും, ആക്ച്വലി ക്രിസ്റ്റീനാൻ്റെ പേര് ഞങ്ങൾ നന്ദു എന്നാണ് വിളിക്കുക, നന്ദുക്കുട്ടിയുടെയും നമ്മുടെ ഹെയർ ഡ്രസ്സ് രഞ്ജിനി ചേച്ചിയുടെയും ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് പിരിഞ്ഞു. അപ്പോൾ കേട്ടോ, ബൈ.